അനുഗ്രഹമാണ്. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ജിബ്രീൽ ചോദിച്ചു, ജിബ്രീലിനോട് നബി ചോദിച്ചു, ജിബ്രീലേ, നിങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതിയല്ലോ, എല്ലാവർക്കും അനുഗ്രഹമാണ് ഞാനെന്ന്. ഞാൻ എങ്ങനെയാണ് ജിബ്രീൽ അനുഗ്രഹമാണെന്ന് ചോദിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും അനുഗ്രഹമാണല്ലോ. എനിക്ക് മുമ്പ് മൂസക്ക് തൗറാത്ത്, ഈസക്ക് ഇൻജീൽ, ദാവൂദ് നബിക്ക് സബൂറൊക്കെ കൊടുത്ത ആളല്ലേ താങ്കൾ? താങ്കൾ അള്ളാഹുവിന്റെ വഹി ഞാൻ കേൾക്കുന്നതിന് മുമ്പ് കേട്ടാളല്ലേ? പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് എന്നിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാവാന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒരു രണ്ടായത്ത് ഓതി ജിബ്രീൽ. ആ ആയത്ത് കാണാതെ അറിയാവുന്ന ഒരു ഓതുക, അത് പറഞ്ഞു നിർത്തേക്കാം. ലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ ഖുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ലീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതഇൻ സമ്മ അമീൻ. ഈ ആയത്ത് ഖുർആനിൽ കണ്ടതോടുകൂടി ഞാൻ രക്ഷപ്പെട്ടു നബി എന്ന് മുഹമ്മദ് മുസ്തഫ ജിബ്രീലിനെ കുറിച്ചായി പറഞ്ഞത്. തൗറാത്തില്ലായിരുന്നു, ഇൻജീലില്ലായിരുന്നു. ലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, പിൻവാങ്ങപ്പെടുന്ന നക്ഷത്രങ്ങളെ തന്നെ സത്യം. ഹദീസ് ശ്രദ്ധിക്കാം, മുസ്ലിമിന്റെ ഹദീസിൽ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിന് കാവൽ നിന്നതുപോലെ. ഇതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടതാണ്. ലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ ഖുന്നസ്, സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളും അപ്രത്യക്ഷമാകുന്ന നക്ഷത്രങ്ങളും. ബ്ലാക്ക് ഹോൾ അപ്രത്യക്ഷ നക്ഷത്രങ്ങളാണ്. 5000, 6000, 7000 വർഷം കത്തിയിട്ട് നക്ഷത്രങ്ങളുടെ പ്രകാശം തീർന്നുപോയാൽ ഭൂമിയുടെ 10, 20 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രം 3 കിലോമീറ്ററായി ചുരുങ്ങും. ആ ചുരുങ്ങിയ നക്ഷത്രത്തെ കുറിച്ച് സ്റ്റഡി നടത്തിയത് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന പ്രഗത്ഭനായ സയന്റിസ്റ്റാണ്. ആ 3 കിലോമീറ്ററായി ചുരുങ്ങുന്ന നക്ഷത്രത്തിന്റെ പ്രകാശം പോകും. അതിന്റെ 10000 കിലോമീറ്റർ അടുത്തുകൂടി എങ്ങാനും വല്ലതും കടന്നുപോയാൽ അത് പിടിച്ചെടുക്കും. പിൻവാങ്ങുന്ന നക്ഷത്രം ലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ ഖുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ്. വെളുപ്പിക്കുന്ന പകലും ഇരുട്ട് കൂട്ടുപിടിക്കുന്ന രാത്രിയും തന്നെ സത്യം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ആദരണീയനായ ഒരു ദൂതന്റെ വാക്കാണ്. ജിബ്രീൽ പറഞ്ഞൊരിക്കൽ തൃപ്തിയായി. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ, ശക്തിമാനായ അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ള മുതഇൻ സമ്മ അമീൻ, അനുസരണശീലനായ സമ്മ അമീൻ, വിശ്വസ്തനും അതേപോലെ തന്നെ അംഗീകരിക്കപ്പെട്ടതുമായ ഒരാളിന്റെ വചനമാണെന്ന് ഖുർആനിനകത്ത് കണ്ടതോടുകൂടിയാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് മഹാനായ ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞെങ്കിൽ, ആ റസൂലിനെ സംബന്ധിച്ചുള്ള പഠനവും റസൂലിനെ കുറിച്ചുള്ള അറിവും നബിയെ കുറിച്ചുള്ള അന്വേഷണവും സദസ്സ് സംഘടിപ്പിക്കലും ആ പ്രവാചകനെ ഓർത്തുകൊണ്ട് കണ്ണു നനകലും ആ പ്രവാചകന് വേണ്ടി ചുണ്ടുകൾ തുറന്നു വെക്കുകയും ആ പ്രവാചകന്റെ വീഥിയിൽ സഞ്ചരിക്കാൻ കാലിനെ നീക്കി വെക്കുകയും ചെയ്താൽ ഒരുപക്ഷേ ബുസ്രി പറഞ്ഞതുപോലെ ഫകൈഫ തുൻകിറു ഹുബ്ബൻ ബഅദമാ ഷഹിദത് ബിഹി അലൈക ഉദൂലുദ്ദമി വസഖനി. നിർത്തുന്നു. ഞാൻ എന്റെ നബിയെ സ്നേഹിച്ചു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ ആരാണ് ഞാൻ സ്നേഹിച്ചില്ല എന്ന് പറയുന്നത്? അവന് മറുപടി കൊടുക്കാൻ 2 സാക്ഷികളെ ഞാൻ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. എനിക്ക് സ്നേഹമില്ല എന്ന് ലോകത്തൊരുത്തരും പറയില്ല. കാരണം 2 സാക്ഷിയൊക്കെ എടുത്തുണ്ട്. ഫകൈഫ തുൻകിറുഹു ബഅദമാ ഷഹിദ ബിഹി അലൈക ഒന്ന് രാവും പകലുമില്ലാതെ ഒഴുകുന്ന എന്റെ കണ്ണുനീരാണ്. 2ാമത് രോഗം വന്ന എന്റെ ശരീരമാണ്. റസൂലിനെ കുറിച്ചുള്ള ചിന്തയല്ലാതെ ഒന്നും എനിക്കില്ലാത്തത് കൊണ്ട് മഞ്ഞ നിറം ബാധിച്ചു പോയ എന്റെ ശരീരം. കവളത്ത് നദി ഒഴുകുന്നത് പോലെ കണ്ണുനീരൊഴുകുന്നത് എന്റെ റസൂലിനോടുള്ള ഇഷ്ടമാണ്. ആ 2 സാക്ഷികൾ മാലോകരോട് വിളിച്ചു പറയും എന്റെ നബിയോട് സ്നേഹമുണ്ട് എന്ന്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ നൂറെ മദീനയുടെ പ്രഥമ ദിനത്തിൽ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയ
സതീർത്ഥരെ, പണ്ഡിതരെ, സയ്യിദന്മാരെ, നിങ്ങൾ വന്നത് ഒരു ജമിയത്തുൽ ഉലമയുടെ യോഗത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹിന് വേണ്ടിയാണ്. ആശംസകൾ നേരുന്നു. ബഹുമാനപ്പെട്ട സക്കീർ ഹുസൈൻ അസരി എന്നോട് പറഞ്ഞു, ഒരു മിക്സറിന്റെ കുറവുണ്ട്, ഒരു 4000-5000 രൂപ ഉണ്ടെങ്കിൽ ഒരു മിക്സർ ഉണ്ടാകും. അനുമതിയോടുകൂടി ആ ഉത്തരവാദിത്വം സസ്യനെ ഏൽപ്പിക്കുന്നു. ഞാൻ നിൽക്കാം, നമുക്കൊരു മിക്സർ വാങ്ങിച്ചു കൊടുക്കും. ഉണ്ടാ വേറെ എന്തെങ്കിലും വേണോ? ലൈറ്റല്ല, മറ്റേ